സ്റ്റൈൽ മന്നൻ സാക്ഷാൽ രജനീകാന്തിന്റെ അടുത്ത ചിത്രം. സ്വന്തമായൊരു പ്രപഞ്ചം തന്നെ സൃഷ്ടിച്ച ബ്രില്യൻ സംവിധായകൻ സർവം ത്യജിച്ച് പണിതെടുത്ത പുതുലോകം. രാജ്യത്തെ വിവിധ ഇൻഡസ്ട്രികളിൽ നിന്നുള്ള പവർ സ്റ്റാർസിന്റെ ഒത്തുചേരൽ. പക്ഷേ ചിത്രത്തിന്റെ ആഘോഷങ്ങൾക്ക് ആവേശത്തോടെ തിരികൊളുത്തുന്നത് അനിരുദ്ധിന്റെ നെരുപ്പ് പാട്ടിനൊപ്പം എനർജി പമ്പിംഗ് പെർഫോമൻസോടെ സൗബിൻ എന്ന് പറയേണ്ടി വരും. മോണിക്കയുടെ ചുവടുകൾ സെൻസേഷണൽ ആയതോടെ ദയാലിന്റെ പവർ തെളിയിക്കുകയാണ് അയാൾ. ഗുണാക്കേവും ഗുരുവും അൻപോട് കൺമണിയും ചേർത്ത് വെച്ച് കുട്ടേട്ടനും കൂട്ടരും തമിഴ്നാട്ടിൽ സൃഷ്ടിച്ച ഓളം ചെറുതല്ല. ബുക്കിംഗ് സൈറ്റുകളെയും തനി തമിഴ് ചിത്രങ്ങളെയും നാണം കെടുത്തി ആ കുഞ്ഞു സിനിമയും താരവും മക്കളുടെ ഉള്ളിൽ നിറച്ച സ്നേഹം അത്രയേറെയാണ്. ലവ് യു മോണിക്കയിലൂടെ വീണ്ടും സൗത്ത് ഇന്ത്യൻ സെൻസേഷനായി മാറുകയാണ് ആ കുട്ടേട്ടൻ. മോണിക്കയുടെ ചൂടുകൾക്ക് ചൂടുകൂട്ടുന്ന മലയാള സിനിമയുടെ സ്വന്തം സൗബിൻ ഷാഹിർ. സുഡാനി ഫ്രം നൈജീരിയ എന്ന ചിത്രം അവസാനിക്കുന്ന എവിടെയെന്ന് ഓർക്കുന്നുണ്ടോ? പാസ്പോർട്ട് കണ്ടെടുത്ത് സാമുവലിനെ അവനെ കാത്തു കഴിയുന്ന സഹോദരിക്കരികിലേക്ക് യാത്ര അയക്കുന്നിടത്ത് ആ നാട് മുഴുവനും മജീദും സ്നേഹത്തിന്റെ ഏറ്റവും പവിത്രമായ ഭാഷയിൽ അയാൾക്ക് വിട പറഞ്ഞ് യാത്രയാക്കുകയാണ്. മജീദിന്റെ നോവും നീരസവും പരിഭവവും എല്ലാം ചേർന്ന ലോകത്തെ വിട്ടകലും മുമ്പ് ഒരു നിമിഷ നേരത്തെ അയാൾ പിടിച്ചു നിർത്തും. പതിയെ തിരിഞ്ഞു നിന്ന് ബാഴ്സലോണയിൽ എഴുതിയ തന്റെ ടീഷർട്ട് ഊരിയെടുത്ത് മാനേജറുടെ അടുത്തേക്ക് നീങ്ങും. ബദ്ധവരികളായ ബാസയുടെയും റയലിന്റെയും ജേഴ്സികൾ പരസ്പരം ഊരിമാറി അവർ നെഞ്ചോട് ചേർന്ന് നിൽക്കും. റെക്സിന്റെ കരവിരുതുകൂടെ കൂട്ടിനെത്തുമ്പോൾ കിനാവിൽ ആർത്തിരമ്പുന്ന നാളെയിൽ ഒരു നല്ല ലോകം തേടിയുള്ള ഇരുവരുടെയും യാത്ര കൂടെ തുടങ്ങുകയാണ്. സാമുവൽ പോയിട്ടും സക്കറിയ കഥ അവസാനിപ്പിക്കുന്നില്ല. വീട്ടിലേക്കുള്ള വഴിയെ മജീദിനെ ജീപ്പിൽ നിന്നിറക്കി രണ്ടാനച്ഛനോട് സലാം പറയിപ്പിക്കും. തിരികെ ആ കുഞ്ഞു വീട്ടിലേക്ക് ആ മനുഷ്യനെയും കൈപിടിച്ച് കയറ്റും. സുഡുവിന്റെ കുഞ്ഞു ലോകത്തിനടുത്ത് ഈ ലോകം എത്ര സുന്ദരമാണെന്ന തോന്നലിൽ മജീദും പ്രേക്ഷകരും മനസ്സ് ശാന്തമാക്കി ഇരുപ്പുറപ്പിക്കും. അണ്ടകടാഹം മുഴുവനായി മജീദിലേക്ക് ചുരുങ്ങും. മജീദ് സൗബിൻ ഷാഹിർ എന്ന അസാധ്യ നടനിലേക്ക് പരന്നൊഴുകും. ഒരു സെവൻസ് ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ ബൗണ്ടറിക്ക് പുറത്തിരുന്ന് ഊറ്റം കൊള്ളുന്ന പന്തുകളി പിരാന്തായി മാറിയ മജീദ് സൗബിന്റെ കരിയറിലെ ഏറ്റവും തിളക്കമുള്ള ഏടാണ്. ചെകുത്താന്റെ അടുക്കളയിൽ നിന്നും മകനെ ജീവൻ വറ്റാതെ പുറത്തെടുത്ത അവന്റെ കൂട്ടുകാരനെ താൻ ആക്ഷേപിച്ച് അവഹേളിച്ചു വിട്ട അതേ കുട്ടനെ സുഭാഷിന്റെ അമ്മ വാക്കുകൾ വറ്റി ശ്വാസം വറ്റി കൈകൂപ്പി ചേർത്ത് നിർത്തുന്നിടത്താണ് അയാൾ യഥാർത്ഥ ദൈവപുത്രനായി മാറുന്നത്. നെറ്റിയിൽ കരുതിയ ടോർച്ചിലെ വെളിച്ചത്തിനൊപ്പം മനപ്പാഠമായ ഇളയരാജ സംഗീതത്തിനൊപ്പം സുഭാഷുമായി കയറി വരുന്നിടത്ത് തന്നെ കുട്ടേട്ടൻ ഒരു അൺസങ് ഹീറോയാണ്. മനിതർ ഉണർന്നു കൊള്ളുക, ഇത് മനിത കാതലല്ല, അതെയും താണ്ടി പുനിതമാനത് എന്ന വരികളെ അർത്ഥവത്താക്കുന്ന ആ കുഞ്ഞു മനുഷ്യന്റെ മനുഷ്യത്വം എന്ന മാജിക്. അതേ സൗബിൻ കുമ്പളങ്ങിയിലേക്ക് എത്തുമ്പോൾ സജിക്ക് 3 ഫേസുകളാണ്. എക്സെൻട്രിക് ആയൊരു കാലം, കരയാനാവാതെ വിങ്ങി നിൽക്കുന്ന മറ്റൊന്ന്, മഴ പോലെ കരഞ്ഞു തോർന്ന 3-ാം ഭാവം. പോലീസ് സ്റ്റേഷനിൽ നിന്നും മുഖത്ത് കിട്ടുന്ന അടിയുടെ പ്രഹരത്തിൽ മിണ്ടാട്ടമില്ലാതെ പുറത്തിറങ്ങി ആരുമില്ലാത്ത വഴിയിൽ ഒറ്റയ്ക്കാകുന്നയാൾ. മുരുകന്റെ വീട്ടിലെത്തി അയാളുടെ ഭാര്യയുടെ കാൽപാദങ്ങളിലേക്ക് സഡനായി വീണുപോകുന്നയാൾ. സജിയുടെ ബാക്കി യാത്ര കുമ്പളങ്ങിയുടെ ആത്മാവാണ്. കൗമാരത്തിലേക്ക് കാലെടുത്ത് വെക്കും മുമ്പ് തന്നെ സിനിമാ സെറ്റുകളിൽ ജീവിതം പണിഞ്ഞ, അക്ഷരാർത്ഥത്തിൽ സിനിമയിൽ ജീവിക്കുന്ന ഒരാൾ. 20-ാം വയസ്സിലാണ് സൗബിൻ സഹസംവിധായകന്റെ വേഷമണിയുന്നത്. സിദ്ദിഖ് ചിത്രം ക്രോണിക് ബാച്ചിലറിൽ, പിന്നീട് ഫാസിൽ, സിദ്ദിഖ്, റാഫി മെക്കാട്ടിൻ, സന്തോഷ് ശിവൻ, രാജീവ് രവി, അമൽ നീരദ് തുടങ്ങി മലയാള സിനിമയിലെ മുൻനിര സംവിധായകർക്കൊപ്പമുള്ള സിനിമാ ജീവിതം. അഭിനയത്തിൽ സൗബിൻ നോട്ട് ചെയ്യപ്പെട്ടത് രാജീവ് രവി ചിത്രം അന്നയും റസൂലുമാണ്. പിന്നീട് പല ചിത്രങ്ങളിലായി ചെറുതും വലുതുമായ വേഷങ്ങൾ. പ്രേമത്തിലെ ശിവൻ സാറും ചാർലിയിലെ കള്ളൻ ഡിസൂസയും മഹേഷിന്റെ പ്രതികാരത്തിലെ ക്രിസ്പിനും സൗബിൻ എന്ന അഭിനേതാവിനെ പ്രേക്ഷകർക്ക് സുപരിചിതനാക്കി. ലൈറ്റ് ഹാർട്ടഡ് കഥാപാത്രങ്ങൾക്കിടയിലേക്ക് ഇടിച്ചു കയറി എത്തിയത് കമ്മട്ടിപ്പാടത്തിലെ കരാട്ടെ ബിജു ആയിരുന്നു. അത്രകാലവും സൗമ്യനായി കണ്ട സൗബിൻ ഫസ്റ്റ് കിക്കിൽ തന്നെ അയാൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഡയലോഗ് ഒന്നുമില്ല, ഓൺലി ഫൈറ്റ്. ആക്രോശവുമായി എത്തിയ ബാലൻ ചേട്ടന് പോലും കയ്യൂക്കുകൊണ്ട് മുട്ടി നിൽക്കാനാവാതെ പോയ ആ കഥാപാത്രം അയാളുടെ ബൗണ്ടറികൾ പൊളിച്ചടുക്കി. ഭീഷ്മയിലെ അജാസും വൈറസിലെ ഉണ്ണികൃഷ്ണനും അമ്പിളിയും ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലെ ചുപ്പനും ഇലവിഴ പൂഞ്ചിറയിലെ മധുവുമെല്ലാം സൗബിൻ എന്ന പെർഫോമറെ ആശ്രയിച്ച വേഷങ്ങളാണ്. കഥയും കഥാപാത്രങ്ങളും കയ്യിൽ വന്നുപോയതിനിടെ മറ്റൊരു വേഷം കൂടെ, പറവയുടെ സംവിധായകന്റേത്. സൂപ്പർ താരനിരയ്ക്ക് ഒപ്പത്തിനൊപ്പം നിൽക്കാൻ ലോകേഷ് മലയാള സിനിമയിൽ നിന്നും തിരഞ്ഞെടുത്തത് സൗബിനെയാണ്. അവിടെ എന്തും പോകും. റൊമാൻസ് മുതൽ സൈക്കിക് വില്ലത്തരം വരെ, കോമഡി മുതൽ കിർക്കിനെസിന്റെ പാരമ്യം വരെ, സന്തോഷവും സന്താപവും ഇണക്കവും പിണക്കവും യാതൊരു താരഭാരവും ഇല്ലാതെ എളുപ്പം അയാൾ അവതരിപ്പിച്ചു വെക്കും. സ്ക്രീനിലെ ഓരോ എലമെന്റിനെയും സസൂക്ഷ്മം തിരഞ്ഞെടുക്കുന്ന, മാസോടെ പ്രസന്റ് ചെയ്യുന്ന ലോകേഷിന്റെ ലോകത്ത് അയാളുടെ വേഷം എന്തെന്ന് കാത്തിരുന്നറിയാം.